നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമ്മളുടെ ഡേ നെഗറ്റീവ് ആവുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്ത് കളയും. അവരിങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. എന്തിനാ അസ്യൂം ചെയ്യുന്നത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല. നമസ്കാരം. ആത്മസൂത്ര മൈൻഡ് കെയർ അവതരിപ്പിക്കുന്ന സിമ്പിൾ 5ലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരു സ്വാഗതം. ഓരോ ദിവസവും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് എളുപ്പത്തിൽ 5 ടിപ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും സംസാരിച്ച് പോകുന്നത്. നോട്ട് എവ്രി ഡേ ഈസ് ദ സെയിം. നമ്മുടെ എല്ലാ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവും അല്ലേ? ചില ദിവസങ്ങൾ ഭയങ്കര അടിപൊളിയായിരിക്കും, ചില ദിവസങ്ങൾ ഭയങ്കര നെഗറ്റീവായിരിക്കും. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ആ നെഗറ്റീവ് തോട്ട് പാറ്റേൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഡേയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തോട്ട് പാറ്റേൺസ് ഒന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആ പാറ്റേൺസിൽ അവോയ്ഡ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓവർ ജനറലൈസേഷനാണ്. ആദ്യം നമ്മൾ ആലോചിക്കും, അല്ലെങ്കിലും ഇങ്ങനെയാണ്, ഞാൻ എപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോയാലും അത് നെഗറ്റീവായിട്ട് വരുള്ളൂ, എൻ്റെ അടുത്ത് മാത്രം ഒരിക്കലും പോസിറ്റീവായിട്ട് വരില്ല, എനിക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വല്ലാണ്ട് അങ്ങ് ജനറലൈസ് ചെയ്താൽ സ്റ്റോപ്പ് ഇറ്റ്. വി ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഒരു തോട്ട് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് അസ്യൂം ചെയ്തു തുടങ്ങും. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമ്മളുടെ ഡേ നെഗറ്റീവ് ആവുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്തോളെ, അവരിങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. എന്തിനാ അസ്യൂം ചെയ്യുന്നത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്? അങ്ങനെ ചോദിച്ചാൽ തന്നെ നമ്മുടെ പകുതി നെഗറ്റിവിറ്റി മാറും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു ആംഗിളിലായിരിക്കും അവരത് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കും നമ്മളീ ആലോചിച്ച് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ മാറ്റി വെച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇറ്റ് മേക്സ് ലൈഫ് മച്ച് മോർ ഈസിയർ. പിന്നെ നമ്മൾ മാറ്റേണ്ട ഒരു തേർഡ് തിങ്കിങ് പാറ്റേൺ ആണ് എപ്പോഴും നമ്മളുടെ ഭാഗത്തു നിന്ന് തന്നെ തിങ്ക് ചെയ്യുന്നത്. അതൊരു നെഗറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ് കേട്ടോ. നമ്മളെപ്പോലെയല്ല എല്ലാവരും തിങ്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കൂടെ ഒന്ന് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വയ്ക്കും. മാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ടാവും. അവരെ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവരുടേതായൊരു കാരണം ഉണ്ടാവും എന്ന് തിങ്ക് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമ്മളുടെ നെഗറ്റിവിറ്റി ഒരു 30% സ്ട്രെയിറ്റ് അവേ കുറഞ്ഞു. നമ്മൾക്ക് പല സിറ്റുവേഷൻസും ലൈഫിൽ വരുമ്പോൾ എപ്പോഴും എക്സ്ട്രീംസ് ആവണമെന്നില്ല, എല്ലാം മിഡിൽ ഗ്രൗണ്ടിലും തിങ്ക് ചെയ്യാം. നമ്മളെപ്പോഴും ആലോചിക്കുന്ന അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും, അവർ പണ്ടേ അങ്ങനെയാണ്, എല്ലാം എക്സ്ട്രീമാണ്, ഒന്നുകിൽ അങ്ങറ്റം അല്ലെങ്കിൽ ഇങ്ങറ്റം. അതാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. നമുക്ക് ആ ചിന്താഗതി അങ്ങ് വിടാം. നമുക്ക് മിഡിലായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ തിങ്ക് ചെയ്തതെന്ന് ആലോചിക്കാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഇമോഷണൽ തിങ്കിങ്. നമ്മൾ എപ്പോഴൊക്കെയാണോ ഇമോഷണലായിട്ട് തിങ്ക് ചെയ്യുന്നത് അപ്പോഴെല്ലാം നമ്മളറിയാതെ നമ്മൾ നെഗറ്റീവാകുന്നു. എന്നാൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് അപ്പോഴെല്ലാം നമ്മൾ പോസിറ്റീവാകും. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും സ്റ്റോപ്പ് ഇമോഷണൽ തിങ്കിങ്. ഇറ്റ് ഈസ് ബെറ്റർ ടു തിങ്ക് ലോജിക്കലി. അങ്ങനെ വരുമ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും നല്ല ടിപ്പ്, പുട്ട് യുവർ സെൽഫ് ആസ് എ തേർഡ് പേഴ്സൺ. നമ്മുടെ ഇഷ്യൂ അല്ല, മറ്റൊരാളുടെ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യും? അതുപോലെ ഒന്ന് തിങ്ക് ചെയ്ത് തുടങ്ങി. യു ക്യാൻ മേക്ക് യുവർ ഡേ മച്ച് മോർ പോസിറ്റീവ്. നിങ്ങൾക്കൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്നത് സിന്ധു നന്ദകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.